നിങ്ങളുടെ വ്യക്തിത്വവും ബുദ്ധിയും നിലനിർത്തിക്കൊണ്ട് പൂർണ്ണമായും മറ്റൊരു ശരീരത്തിലേക്ക് മാറാൻ കഴിഞ്ഞെങ്കിലോ? ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയല്ല. മാരകമായിട്ടുള്ള പേശി ക്ഷയരോഗം ബാധിച്ച് ശരീരം പൂർണ്ണമായും തളർന്നുപോയ ഒരു റഷ്യൻ എഞ്ചിനീയർ വെലറി സ്പിരിഡനോവ്. വെലറിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, പുതിയൊരു ശരീരം. ആ സ്വപ്നത്തിന് ചെറുക നൽകാനായിട്ട് മുന്നോട്ടേക്ക് വന്നത് ഇറ്റാലിയൻ ന്യൂറോ സർജൻ ആയിട്ടുള്ള ഡോക്ടർ സെർജിയോ കെനവേറോ ആയിരുന്നു. ഹെഡ് ട്രാൻസ്പ്ലാന്റ് അഥവാ തല മാറ്റിവെക്കൽ അത് മനുഷ്യരിൽ വിജയകരമായിട്ട് നടത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു. 150 ഡോക്ടർമാർ, 36 മണിക്കൂർ നീളുന്ന ശസ്ത്രക്രിയ, ഏകദേശം 75 കോടി രൂപയാണ് ചെലവ്. കനവേരയുടെ വാദം ഇതാണ്: രോഗിയുടെ തലയെ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ള മറ്റൊരാളുടെ ശരീരവുമായിട്ട് കൂട്ടിച്ചേർക്കുക. ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് അത് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകതരം പോളിമർ ആയിട്ടുള്ള പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ PEG പെഗ് ഉപയോഗിച്ചിട്ട് ഫ്യൂഷൻ നടത്തുമെന്ന് പറഞ്ഞു. അതായത് മുറിച്ചു മാറ്റിയുള്ള നാഡീതന്തുക്കളെ ഈ ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ട് വീണ്ടും വളരാനായിട്ട് പ്രേരിപ്പിക്കും. ഇതെങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വെലറിക്ക് തന്റെ സ്വന്തം ബുദ്ധിയിലും വ്യക്തിത്വത്തിലും ആ ഒരു ശരീരത്തിൽ നടക്കാനും സംസാരിക്കാനും സാധിക്കുമെന്ന് ഈ ഒരു ഡോക്ടർ അതിശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കേട്ടിട്ട് നമ്മുടെ ശാസ്ത്രലോകം ഞെട്ടുകയാണ് ഉണ്ടായത്. കാരണം ഈ ഒരു പദ്ധതി ഇന്നത്തെ കാലത്ത് അവിശ്വസനീയമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിലെ കോശങ്ങൾ ഒരിക്കൽ മുറിഞ്ഞു പോയാൽ സ്വയം പുനരുജ്ജീവിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. പെഗ് ഉപയോഗിച്ച് ഒറ്റയടിക്ക് കോടിക്കണക്കിന് മുറിഞ്ഞു പോയിട്ടുള്ള ഈ ഒരു നാഡീവ്യൂഹങ്ങള് വീണ്ടും ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ല. സൂക്ഷ്മനാഡി പൂർണ്ണമായും ബന്ധിപ്പിച്ചില്ലെങ്കിൽ രോഗിക്ക് കഴുത്തിന് താഴോട്ട് പൂർണ്ണമായും തളർന്നു പോകും. അതായത് പുതിയ ശരീരം കിട്ടിയാലും അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ശരീരത്തിനെ തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലനിർത്തലും പുതിയ ശരീരത്തെ റിജക്ട് ചെയ്യാതിരിക്കാനായിട്ട് ഒരുപാട് ഹെവി ഡോസുള്ള മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും. ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകളും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഇതിനു പുറമെ വേറെയും ഉണ്ട്. കനവേരയുടെ ഈ ഒരു പദ്ധതിക്ക് പിന്നിൽ ശാസ്ത്രപരമായിട്ടുള്ള യാതൊരു അടിത്തറയില്ലെന്നും ഇത് തികച്ചും അപകടകരമായിട്ടുള്ള ഒരു സാഹസം മാത്രമാണെന്നുമാണ് നമ്മുടെ ശാസ്ത്രലോകം ഉറപ്പിച്ചു പറയുന്നത്. ഭാഗ്യവശാൽ വലറി പിന്നീട് ഈ ഒരു ശസ്ത്രക്രിയയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എങ്കിലും ശാസ്ത്രലോകത്ത് ഈ ഒരു വിഷയം ഇപ്പോഴും സജീവമാണ്. ഹെഡ് ട്രാൻസ്പ്ലാന്റ് എപ്പോഴെങ്കിലും സാധ്യമാവുകയാണെങ്കിൽ അത് ശാസ്ത്രലോകത്തിന്റെ ഒരു മുന്നേറ്റമായിട്ട് കാണണോ, അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കാണണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ.